വിവാഹപ്പൊരുത്തവും മുഹൂർത്തവും. വിവാഹപ്പൊരുത്തം എല്ലാവർക്കും വളരെയേറെ സാധ്യമായതും അറിയാൻ ആഗ്രഹമുള്ളതുമായൊരു പ്രശ്നമാണ് വിവാഹത്തിൽ പൊരുത്തം നോക്കണോ എന്നുള്ളത്. വിവാഹത്തിന് പൊരുത്തം നോക്കുന്നതും ശുഭമുഹൂർത്തം വിവാഹം നടത്തുന്നതിനും ഭാരതീയർ അതീവ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു കാലമാണ്. രണ്ടുപേർ ചേർന്ന് വിവാഹം നടത്തുക, ഒരു ദാമ്പത്യം പങ്കിടുക, അതുപോലെ തന്നെ ബിസിനസ്സിലാണെങ്കിലും രണ്ടുപേർ ചേർന്ന് ബിസിനസ് ചെയ്യുക, അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാകുക, ഇവയൊക്കെ വിജയകരമാകണമെങ്കിൽ രണ്ടുപേരുടെയും ആ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ പൊരുത്തം അത് ഏകദേശം ഒന്നായിരിക്കണം. ബിസിനസ്സിലാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ മനോഘടന അറിയാനായിട്ട് ഒരു മനഃശാസ്ത്രജ്ഞന്മാരെക്കാൾ 10 മടങ്ങ് സഹായിക്കുന്നത് അയാളുടെ ഗ്രഹനിലയാണ്. ഒരു വ്യക്തിയുടെ മനോബലവും അതുപോലെ തന്നെ അയാളുടെ മനോഘടനയൊക്കെ അറിയാനായിട്ട് അയാളെ സഹായിക്കുന്നത് അയാളുടെ ഗ്രഹനിലയാണ്. കാരണം ഇവിടെ പല മനോശാസ്ത്രജ്ഞന്മാരും പലപ്പോഴും 2-3 വിവാഹം കഴിച്ചവരും തുടർച്ചയായിട്ട് വിവാഹബന്ധങ്ങൾ വേർപെടുത്തുന്നവരും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് മനഃശാസ്ത്രജ്ഞന്മാർക്ക് അത് അറിയാമെങ്കിൽ എന്തുകൊണ്ട് അവരങ്ങനെ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു? അപ്പോൾ തീർച്ചയായിട്ടും ഗ്രഹനില കൂടെ നമ്മൾ പരിശോധിച്ച് വിവാഹ പൊരുത്തവും വിവാഹ ഘടനയും മനസ്സിലാക്കുക. നിരവധി വിവാഹം കഴിച്ചിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങളിൽ വിവാഹ പൊരുത്തത്തിന് പല പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എത്രയോ കേസുകൾ നമ്മൾ വിവാഹ പൊരുത്തത്തിൽ നമുക്ക് ദോഷങ്ങളുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈവാഹികമായിട്ട് ഒരു ചേർച്ച ഉള്ള വിവാഹപ്പൊരുത്തവും വിവാഹ ശുഭമുഹൂർത്തവും കണ്ടെത്തി വിവാഹം കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും.